നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ക്ലൈമാക്സിലെ ട്വിസ്റ്റ്. സംസ്ഥാനത്ത് സിനിമാ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെതിരെ നിലപാട് കടുപ്പിച്ച നിർമ്മാതാക്കൾ. ഫെഡറേഷന്റേതല്ലാത്ത 250 തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യും. നീക്കം ആഴ്ചയിൽ ഒരു സിനിമ വീതം റിലീസ് ചെയ്ത് ഇപ്പോഴുണ്ടായ നഷ്ടം നികത്താൻ. പൃഥ്വിരാജ് നായകനായ എസ്ര വരുന്ന 19-ന് തിയേറ്ററുകളിൽ എത്തും. റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന മറ്റ് ചിത്രങ്ങൾ 12, 19, 26 തീയതികളിലായി മറ്റ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. ചൊവ്വാഴ്ച ചേരുന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നിർമ്മാതാക്കൾ. തുടരന്വേഷണത്തിന് അനുമതി. CPM നേതാവ് EP ജയരാജൻ ഒന്നാം പ്രതിയായ ബന്ധു നിയമന കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി തിരുവനന്തപുരം വിജിലൻസ് കോടതി. നടപടി ജയരാജൻ കുറ്റക്കാരനാണെന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ള FIR റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ജയരാജന്റെ ബന്ധുവായ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ KSIE മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും മറികടന്ന്. നിയമനത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി കേസിൽ മൂന്നാം പ്രതി. ജയരാജൻ മന്ത്രിയായിരിക്കെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് മതിയായ തെളിവുണ്ടെന്ന വിജിലൻസ്. വിശദാന്വേഷണത്തിന്റെ ഭാഗമായി നിയമനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫയലുകൾ പിടിച്ചെടുക്കും. 42 ദിവസത്തിനകം പൂർത്തിയാക്കേണ്ട ത്വരിത പരിശോധന വിജിലൻസ് പൂർത്തിയാക്കിയത് 90 ദിവസം കൊണ്ട്. ഒഴുകിയെത്തിയത് കള്ളനോട്ടും. നോട്ട് നിരോധനത്തിനു ശേഷം SBT ശാഖയിൽ നിക്ഷേപിച്ച പഴയ നോട്ടുകളിൽ കള്ളനോട്ടും. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനു ശേഷം നിക്ഷേപിച്ച 12,000 കോടിയിൽ 8.78 ലക്ഷം രൂപയുടെ വ്യാജ നോട്ട് കണ്ടെത്തിയെന്ന് അധികൃതർ. ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനകൾക്ക് ശേഷം നടപടിയുണ്ടാകുമെന്നും വിശദീകരണം. പ്രതിരോധിച്ച് പ്രതിപക്ഷം. MM മണി, EP ജയരാജൻ വിഷയങ്ങളിൽ സമ്മർദ്ദതന്ത്രവുമായി പ്രതിപക്ഷം. കൊലക്കേസിൽ പ്രതിയായ വൈദ്യുതി മന്ത്രി MM മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ആവശ്യപ്പെട്ട് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ കേന്ദ്ര കമ്മിറ്റി നിലപാട് വ്യക്തമാക്കണമെന്ന് VM സുധീരൻ. ഇപ്പോഴുള്ളത് അഴിമതിക്കെതിരെ സംസാരിച്ചവർ അഴിമതിക്കാരാകുന്ന സാഹചര്യമെന്നും KPCC അധ്യക്ഷൻ. VS-ന് പിന്നാലെ EP. അച്ചടക്ക ലംഘന വിഷയത്തിൽ VS-നെതിരായ PB കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ. ദേശീയ രാഷ്ട്രീയവും കാർഷിക പ്രശ്നങ്ങളും മുഖ്യ അജണ്ടയായ യോഗത്തിൽ സംഘടനാ പ്രശ്നങ്ങൾക്കു നീക്കിവച്ചിരിക്കുന്നത് പരിമിത സമയം മാത്രം. പ്രസംഗകരുടെ പട്ടികയിൽ VS-ന് സ്ഥാനം നൽകാതെ CPM പൊതുസമ്മേളനം വൈകിട്ട് പുത്തിരി കണ്ടെത്ത്. VS വിഷയത്തിൽ PB കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് ഇന്നറിയാം. ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്കെത്തുന്ന സംഘടനാ വിഷയങ്ങളിൽ VS-നെതിരെ സ്വീകരിക്കേണ്ട നടപടിയിൽ അന്തിമ തീരുമാനം. പാർട്ടിയിൽ വിഭാഗീയത ശക്തമാക്കാൻ വഴിയൊരുക്കുന്ന വിധത്തിൽ കടുത്ത നടപടി ഉണ്ടായേക്കില്ല. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകുന്നേരം 5:30. നമസ്കാരം.